laced columns, right? Two individual steel members. എങ്ങനെയാണ് അത് ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മെമ്പറായിട്ട് ആക്ട് ചെയ്യുക, അതിന്റെ ബേസിക് തിയറിയാണ് പഠിച്ചത്. ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചതിൽ ഒരു മെയിൻ കാര്യം ലേസ്ഡ് ബാർ ആണ്. അതായത് സ്റ്റീലിന്റെ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ഒരു ആംഗിൾ ഇൻക്ലിനേഷനിൽ വെച്ചിട്ട് വി ക്യാൻ കമ്പൈൻ ഓർ ജോയിൻ ടു സ്റ്റീൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ജനറൽ ആയിട്ട് ബിൽട്ടപ്പ് കോളംസ്, then built-up columns തന്നെ if you want to separate two columns individually and connect, then it's called as the latticed columns. So നിങ്ങൾ രണ്ട് ചാനൽ സെക്ഷൻ എടുത്തിട്ട് ചാനൽ സെക്ഷൻ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ത്രൂ ഔട്ട് ലെങ്ത്തിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബിൽട്ടപ്പ് കോളം ആണ്, ബട്ട് നോട്ട് എ ലാറ്റിസ്ഡ് കോളം, റൈറ്റ്? സോ ലാറ്റിസസ്, സോ എപ്പോഴും ഒരു ലാറ്റിസ്ഡ് കോളം നിങ്ങൾക്കത് പഠിക്കാനായിട്ട് ഡിസൈൻ പഠിക്കാനില്ല, അതിന്റെ തിയറി മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഇൻട്രോ കണ്ടു, പിന്നെ നമുക്ക് അതിന്റെ കുറച്ച് ഡിസൈൻ റിക്വയർമെന്റ്സ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ടൊരു പരിചയം കിട്ടും. സോ ലാറ്റിസ് കോളംസ്, വി വെന്റ് ത്രൂ ദിസ് ലാറ്റിസ്ഡ് ഓർ ലേസിംഗ് ബാർ. ഇതാണ് ലേസിംഗ് ബാർ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു സ്റ്റീൽ സ്ട്രിപ്പ് ആണ്. സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീൽ ആംഗിളോ യൂസ് ചെയ്യുന്നുണ്ട് ലാറ്റിസ് ബാർ ആയിട്ട്. So I was just rewinding the pictures. So the built-up columns made by joining the laced bar. We've seen the major failures that may occur in the latticed column: total failure, individual failure, distortion, so and so. Yeah. And today we will see regarding the lacing. So നമ്മൾ ഓൾറെഡി ലേസിങ്ങിന്റെ കുറച്ച് ജനറൽ കോൺഫിഗറേഷൻ നോക്കിയതാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ഒരു ലേസിങ്ങിന്റെ ജസ്റ്റ് മിറർ ഇമേജ് തന്നെ ആയിരിക്കണം അപ്പുറത്ത്. അതായത് ഡബിൾ ലേസിങ്, രണ്ട് പ്ലെയിനിൽ ലേസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും മിറർ ഇമേജ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫോഴ്സിന്റെ ഒരു ഇംപ്രോപ്പർ ട്രാൻസ്ഫർ ഉണ്ടാവും. Just telling, always should be mirror image if there is two lacing in plane. Okay. So we were telling in the last class that the eponym lacing bar ഒരു compression member ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്, ടെൻഷൻ ആയിട്ട് ഡിസൈൻ ചെയ്യില്ല. റീസൺ നമ്മൾ പറഞ്ഞത് സ്റ്റീൽ എപ്പോഴും കംപ്രഷനിലാണ്, കംപ്രസ് ഒരു കോളായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബക്ലിംഗ് എന്നൊരു ഫിനോമിനൻ സ്റ്റീലിന്റെ മാത്രം ഒരു issue on. So always it will be strong in tension. Every steel member, if with the option of either column or like compression member, tension member, we will design it for the tension like compression member, right? Then we will check for the tension capacity. So we already went through the compression or the column design. So the lacing bar design is also similar to the column design. So ഒരു ഡിസൈൻ ഫിലോസഫിയിലേക്ക് നമ്മൾ വരുമ്പോൾ we have to initially we have to assume a allowable compressive stress. നമ്മൾ ഓൾറെഡി ഒരു രണ്ട് കോളം നമ്മൾ റിക്വയർഡ് ലോഡ് ഉണ്ട്, സം വെരി ഹൈ വാല്യൂ ലോഡ് ഉണ്ട്, ലോഡ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഒരു സിംഗിൾ കോളം വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ രണ്ട് ഐദർ ഐ സെക്ഷനോ അല്ലെങ്കിൽ രണ്ട് ചാനൽ സെക്ഷനോ or 4 angle section we assumed. And we are going to see how to do the design of the laced column. So design le namukku first ഒരു assumption എന്ന് പറയുന്നത് average allowable compressive stress is assumed. നമ്മൾ മുന്നേ തന്നെ കോളത്തിൽ ഡിസൈനിലും ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കോളത്തിന്റെ അല്ലെങ്കിൽ ഇതേപോലുള്ള ഇൻഡിവിജ്വൽ സ്റ്റീൽ സ്ട്രിപ്പിന്റെ കംപ്രഷൻ സ്ട്രെസ് ഒരു കാരണവശാലും FI-നേക്കാളും മുകളിൽ പോകില്ല. അപ്പോ വി ആർ ടേക്കിംഗ് the trial value as 110 to 150 megapascal. Assume ചെയ്യുന്ന ഡിസൈൻ സ്ട്രെസ് ആണ് 110 to 150 megapascal. So by knowing the stress acting on the member, we can find the required
cross-sectional area. So total load divided by allowable compressive stress. അപ്പോൾ നമുക്കൊരു ലോഡ് ഒരു മേ ബി ഇതൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഒരു 1000 കിലോന്യൂട്ടൺ ആണെങ്കിൽ 1000ന്റെ 2.5% ലോഡാണ് ലേസിംഗ് ബാറിലേക്ക് ആക്ട് ചെയ്യുന്നത്. Right. So accordingly we can find the p value. So എന്തായാലും ലേസിംഗ് ബാറിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡാണ് p. We will see how to find that one. So ലേസിംഗ് ബാറിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് divided by the allowable compressive stress will give you the cross-sectional area required for the lacing bar, where area is the cross-sectional area and square is fine. We select 2 channels or 4 angles or 2 isection. Anything can be made in the built-up column with or without extra plate as required. Then you have to refer to the steel table or the annex of the Indian Standard Code. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റീൽ ടേബിൾ ആണ്. ഓക്കെ, സ്റ്റീൽ ടേബിൾ നമുക്കൊരു പബ്ലിഷേഴ്സിന്റെ ഒരു ബുക്ക് കയ്യിലുണ്ട്. ബട്ട് ഇന്ത്യൻ IS കോഡ് പോലെ തന്നെ ഒരു ഹാൻഡ് ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് IS ഹാൻഡ് ബുക്ക് നമ്പർ 1. Then the sections are so spaced. So നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതായത് നമുക്കറിയാം ഒരു കോളത്തിന് 2 ആക്സിസ് ഉണ്ട്, y ആക്സിസും ഉണ്ട്, z ആക്സിസും ഉണ്ട്. So when we are analyzing, we found many times that ഒരു ഡയറക്ഷനിലെ radius of gyration root of I/a will be less than the other direction. അപ്പോൾ ഒരു ബിൽഡപ്പ് കോൺ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ അതായത് ലോവസ്റ്റ് വാല്യൂ ഏത് ആക്സിസിലാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കുറവ്, വി ക്യാൻ ഇൻക്രീസ് ദാറ്റ് വാല്യൂ. അപ്പോൾ ആ ഡയറക്ഷനിൽ അതായത് കുറവായിട്ട് ഡയറക്ഷനിൽ നമുക്ക് സ്പേസിങ് കൂട്ടി കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. ബിക്കോസ് സ്പേസിങ് കൂടുക, സെൻട്രോയിഡിൽ നിന്ന് കൂടുതൽ ഡിസ്റ്റൻസ് വരുമ്പോൾ we are getting more moment of inertia. So r is equal to root of I/a. A is a constant. Area നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ I കൂടുന്നതുകൊണ്ട് r കൂടുന്നതാണ്. അപ്പോൾ we are going to equate the ഇവിടെ വരുന്നുണ്ട് by making the radius of gyration about the y axis equal to or greater than about the x axis. So രണ്ട് ആക്സിസിലും ഓൾമോസ്റ്റ് സെയിം ആകുമ്പോൾ രണ്ട് ആക്സിസിലും ഫെയിലിയർ, അതായത് y ആക്സിസിലാണ് ഫെയിൽ ആവുന്നെങ്കിൽ അപ്പൊ തന്നെ എക്സിലും ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിന്റെ സ്ട്രെങ്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. Then the effective length of the column is estimated and the slenderness ratio is determined. നമ്മൾ ബിൽഡപ്പ് കോളത്തിന്റെ കേസ് ടോട്ടൽ ഡിസൈനാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു കോളത്തിന്റെ ഡിസൈൻ പറയുന്നുണ്ട്. നമ്മുടെ അവിടെ ഈ പഠിച്ച കംപ്രഷൻ ബിൽഡപ്പ് കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത്തും അതിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ ഒക്കെ ഫൈൻഡ് ചെയ്ത് then the load carrying capacity is equal to sigma AC into A, where sigma AC is the design compressive stress. നമ്മുടെ ഇത് ശരിക്കും ഓൾഡ് കോഡിലാണ്. സോ FCD നമ്മൾ ടേബിൾ വെച്ചിട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇക്വേഷൻസ് I ഒക്കെ ഫൈൻഡ് ചെയ്ത് കിട്ടുന്ന കപ്പാസിറ്റി കൊണ്ട് നമുക്ക് we can find the load carrying capacity of the column. Then angle of inclination. So നമുക്ക് ലേസിംഗ് ബാറിലേക്ക് വരാം. സോ ലേസിംഗ് ബാർ അറിയാം, ഇത് ലേസിംഗ് ബാർ. സോ വി ഹാവ് 1 2 3 4. ഇറ്റ് വിൽ ബി കണ്ടിന്യൂ ത്രൂഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ കോളം. സോ ഒരു ലേസിംഗ് ബാർ എത്ര ആംഗിളിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് കൺസിഡറേഷൻ. സോ അതിലേക്കുള്ള ഫസ്റ്റ് ഗൈഡ് ലൈൻ ആണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ഓഫ് ദ ലേസിംഗ് ബാർ വിത്ത് ദ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്. അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് വെച്ച് നോക്കുമ്പോൾ it should be kept between 40 to 70 degree. So your angle with respect to the horizontal, the angle of lacing bar should be in between 40 to 70 degree as per the Indian standard specification. അപ്പോൾ അത് ഒരു മെയിൻ റോൾ ആണ്. ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഇനിയുള്ളത് മാക്സിമം സ്പേസിംഗ് ഓഫ് ദ ലേസിംഗ് ബാർ C എന്നാണ്. സോ C എന്താന്ന് നോക്കാം. C എന്ന് വെച്ച് കഴിഞ്ഞത് കണ്ടോ, രണ്ട് ഒരു കമ്പോണന്റിൽ ഒരു സൈഡിൽ വരുന്ന രണ്ട് ലേസിംഗ് ബാറിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് C വാല്യൂ. സോ സ്പേസിംഗ്. സോ സിക്ക് ക്രൈറ്റീരിയ ഉണ്ട്. ദ മാക്സിമം സ്പേസിംഗ് ഓഫ് ദ ലേസിംഗ് ബാർ C should be such that the minimum slenderness ratio of the component member C by R by Y. So component member എന്ന് പറയുമ്പോൾ ഇതാണ് component member. And C by R by Y is not greater than 50. നമുക്ക് R by Y അറിയാം,
C അറിയാം, should not be greater than 50 or 0.7 times the slenderness, 0.7 times the slenderness ratio of the member as a whole, where C is the length of the component member and RYY is the reduction about the YY axis of the component member. So these are the guidelines regarding the spacing of the lacing bar. ഇനി ഉള്ള ഒരു മെയിൻ കാര്യമാണ് ലോഡ്, എത്ര ലോഡാണ് ഒരു സിംഗിൾ ലേസിംഗ് മെമ്പറിലേക്ക് വരുന്നുള്ളത്. സോ ഒരു നോട്ട് ഉണ്ട്, ഇൻ ദ സിംഗിൾ ലേസിംഗ് സിസ്റ്റം to satisfy this criteria, angle theta will be in between 40 to 70 degree. If the component column is found to be unsafe, a double lacing system remains only choice. അപ്പോൾ ഒരു സിംഗിൾ ലേസിംഗ് ഈ 40 to 70 ഡിഗ്രിയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിൽ ഗോ ഫോർ ദ ഡബിൾ ലേസിംഗ്. അതായത് തന്നെ ബാക്കിൽ മിറർ ആയിട്ട് again will go for the another lacing. The load acting on the member. So the lacing for compression member should be proportioned to resist the total transverse shear equal to 2.5% of the axial load on the column. So the main കാര്യമാണ് അതായത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ് ട്രാൻസ്വേഴ്സ് ഷിയറിന്റെ വാല്യൂ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ 2.5% ആണ്. ഓക്കെ, സോ ഒരു 1000 kN ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എത്ര വരെ വാല്യൂ? 25 വരും അല്ലെ? സോ 25 will be the approximate transverse shear load. This shear V is divided equally in parallel planes. അപ്പൊ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ലേസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആണ്. അതായത് ഒരു ഡയറക്ഷനിലുള്ള പ്ലെയിൻ മാത്രം ഈ എൻ്റെ ലോഡ് എടുക്കണം. രണ്ട് പ്ലെയിൻ ഉണ്ടെങ്കിൽ V can be divided by 2. ഇതാണ് N എന്നുള്ളത്. N can be 1 for single lacing, 2 for double lacing, in which there are shear resisting elements such as lacing or continuous plates. Here Vn is the transverse force to which the lacing is subjected. So this figure will give you the force acting in the lacing and the connector. So we know നമുക്ക് ഇവിടെ ലേസിംഗ് ബാർ എപ്പോഴും കണക്ട് ചെയ്യുന്ന either ബോൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ റിവറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ ജോയിന്റിലും ഇതേപോലെ റിവറ്റ് അല്ലെങ്കിൽ ബോൾട്ട്സ് ഉണ്ട്. സോ ഡബിൾ ക്രോസ് ലേസിംഗ് വരുമ്പോൾ നമുക്ക് സെന്ററിലും ഉണ്ട്. വി സീൻ ദാറ്റ് വൺ. ഓക്കെ, സോ നമുക്ക് അറിയേണ്ട രണ്ട് മെയിൻ കാര്യങ്ങൾ, ഒന്ന് ഈ ഇൻഡിവിജ്വൽ മെമ്പറിലേക്ക് വരുന്ന ലോഡ് എത്രയാണ്. അപ്പൊ ലോഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കംപ്രഷൻ മെമ്പർ ഡിസൈൻ ചെയ്യാൻ പറ്റും ആസ് പെർ ദ പ്രൊസീജിയർ വി സ്റ്റഡിഡ്. അപ്പൊ ലോഡ് അറിയണം. അതേപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണക്ഷനിൽ എത്ര ലോഡ് വരുന്ന അറിയണം. സോ by resolving the forces V by N resolve ചെയ്ത് തീറ്റ ആംഗിൾ റിസോൾവ് ചെയ്തിട്ട് ജസ്റ്റ് പഠിച്ചാൽ മതി. V by N cosec തീറ്റ, അതായത് ഒരു ഷിയർ ഫോഴ്സിന്റെ ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പ്ലെയിൻ. അപ്പോ ഇതിപ്പോ സിംഗിൾ ലൈസിംഗ് ആയതുകൊണ്ട് 250 ആണ്. 1000 kN ആയിരുന്നെങ്കിൽ അസ്യൂമിംഗ് ദ വാല്യൂ 250 cosec തീറ്റ ആയിരിക്കും. തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലേസിംഗ് ബാർ. cosec തീറ്റ ആണ് ഒരു സിംഗിൾ ലേസിംഗ് ബാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ എന്നിട്ട് ആ കറസ്പോണ്ടിങ് ലോഡ് വെച്ചിട്ട് നമുക്ക് ലേസിംഗ് ബാർ ഡിസൈൻ ചെയ്യണം കംപ്രഷൻ മെമ്പർ ആയിട്ട്. അതേപോലെ തന്നെ V by N, സോ N ഈ കേസിൽ സിംഗിൾ ലേസിംഗ് ആയതുകൊണ്ട് N1 ആണ്. സോ 250 കോട്ട് തീറ്റയാണ് ഒരു റിവറ്റില് അല്ലെങ്കിൽ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. ബോൾട്ടിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡാണ് V by N കോട്ട് തീറ്റ. സോ നമുക്ക് ഈ രണ്ട് ലോഡ്സ് അറിയാം. പിന്നെ ഡിസൈൻ നോർമൽ ആണ്, ബിക്കോസ് കണക്ഷൻ ഡിസൈൻ പഠിച്ചതാണ്. ഒരു ബോൾട്ടിൽ ഇത്രയും വരുമ്പോൾ ബോൾട്ടിന്റെ സ്ട്രെങ്ത് എങ്ങനെ, എത്ര ഡയമീറ്റർ എടുക്കണം, അതൊക്കെ നമുക്ക് നോക്കാം. ബെയറിംഗ് സ്ട്രെങ്ത് ഉണ്ട്, ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് V by N കോട്ട് തീറ്റ എടുക്കുമെന്ന് അറിയണം. അതേപോലെ തന്നെ ഈ കംപ്രഷൻ മെമ്പറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സെൻട്രലൈസ് റേഷ്യോ നോക്കണം. ഇതിന്റെ ഒരു ലൈക്ക് ബക്കിളായി പോകുമോ ഈ കംപ്രഷൻ മെമ്പർ ഓൺ ദ ഫോഴ്സ് V by N cosec തീറ്റ. Then compressive force in the lacing bar is computed, which is equal to V by N cosec theta for single lacing system and V by 2N cosec theta for a
double lacing system. The section of the lacing flat is initially assumed and then checked for the safety. So നമുക്ക് ഒരു initial assumption വേണം. നമ്മൾ ഇവിടെ find ചെയ്തിട്ടുള്ള So we need to find the approximate dimension or the cross section of the lacing bar to take the load. So അതിലേക്കുള്ള കുറച്ച് conditions ഉണ്ട്. അതിൽ first തന്നെ width. First of all, diameter of the rivet or bolt random same capacity on rivet or bolt is assumed. Depending on the flat width, it is selected from table 4.5. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലേസിംഗിന്റെ വിഡ്ത്ത് അസ്യൂം ചെയ്യണം. അപ്പോൾ ഫോർ 15 അസ്യൂം ചെയ്യണമെങ്കിൽ വി ഷുഡ് ഗോ ഫോർ എ 16 mm റിവറ്റ്. അത് ശരിക്കും അതിന്റെ ഒരു എന്താ പറയാ ക്ലിയറൻസ് ഒക്കെ കുറച്ചിട്ടാണ്. അതായത് ഇവിടെ ഒരു ബോൾട്ട് വരുമ്പോൾ ഇത്രയും എൻ ഡിസ്റ്റൻസ് വേണം, അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്, ഈ ഒരു ഗൈഡ് ലൈൻ വന്നിരിക്കുന്നത്. 50 ആണെങ്കിൽ 16, 55 ആണെങ്കിൽ 18, 60 ആണെങ്കിൽ 20, 65 ആണെങ്കിൽ 22. അപ്പൊ നമുക്ക് കണക്ഷനിൽ കൂടുതൽ ലോഡ് വേണമെന്നുണ്ടെങ്കിൽ വി കൻ ഗോ ഫോർ 2 റിവറ്റ്സ് ഓൾസോ ആസ് പെർ ദ റിക്വയർമെന്റ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് തിക്നെസ്. സോ നമുക്ക് ആദ്യം വിഡ്ത്ത് അസ്യൂം ചെയ്യാം. ഇതാണ് മെയിൻ കാര്യം. വേണം വിഡ്ത്ത് അസ്യൂം ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിവറ്റിന്റെ ഡയമെൻഷൻ എടുക്കുക, എന്നിട്ട് തിക്നെസ് അസ്യൂം ചെയ്യാം ടു മീറ്റ് ദ ക്രോസ് സെക്ഷൻ റിക്വയർമെന്റ്സ്. ഇഫ് സിംഗിൾ ലേസിംഗ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ്, ദ തിക്നെസ് T of lacing flat should not be less than 1/40 of the length between the inner end rivets or weld. Okay, so ഇതിന്റെ ഈ ലെങ്ത് ബിറ്റ്വീൻ ഈ ലേസിംഗ് ബാറിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ 1/40 താഴെ ആവരുത് തിക്നെസ്. Then if double lacing system is adopted, the thickness T of the lacing flat should not be less than 1/60 of the length between the inner end rivet or weld. So നമുക്ക് തിക്നെസിന്റെ ഗൈഡ് ലൈൻസ് ആയി വിഡ്ത്ത് അസ്യൂം ചെയ്തു, കറസ്പോണ്ടിംഗ്ലി റിവറ്റ് എടുത്തു. Then next guidelines include minimum radius of gyration of the lacing flat is computed. R is equal to T by √12. So minimum radius gyration value thickness T by √12. Then the slenderness ratio of the lacing bar is computed, which should be less than 145. So slenderness ratio as a column the lacing bar column design ചെയ്യുമ്പോൾ അതിന്റെ slenderness ratio should be less than 145 L/R ratio. In a riveted construction, the effective length of the lacing bar is the length between the inner end rivet for a single lacing system. So കോളത്തിന്റെ കേസിലൊക്കെ എഫക്റ്റീവ് ലെങ്ത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ ഈ റിവറ്റിന്റെ സെന്റർ മുതൽ നെക്സ്റ്റ് ജോയിനിങ് സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ലെങ്ത് പറയുന്നത്. ഇൻ വെൽഡഡ് കൺസ്ട്രക്ഷൻസ് ദ എഫക്റ്റീവ് ലെങ്ത് of lacing bar is 0.7 times the distance between the inner end of weld. Welded ആണെങ്കിൽ 0.7 times, because weld ആകുമ്പോൾ കണ്ടീഷൻ ഫിക്സഡ് ആണ് രണ്ട് എൻഡും. And also for the rivet ആകുമ്പോൾ രണ്ട് ഹിഞ്ച് ആണ്. അപ്പൊ ഹിഞ്ച് ആകുമ്പോൾ എഫക്റ്റീവ് ലെങ്ത് എല്ലും, ഫിക്സഡ് ആകുമ്പോൾ എഫക്റ്റീവ് ലെങ്ത് 0.7 times എല്ലും ആണ്. അതാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അതേപോലെ ഡബിൾ ലേസിംഗ് ആവുമ്പോൾ 0.7 times വരുന്നുണ്ട്, ബിക്കോസ് എഫിക്സിറ്റി ഇസ് ഇൻഡ്യൂസ്ഡ് there. ഇനി the compressive strength of the lacing flat is computed for the calculated value of slenderness ratio of the lacing flat. So നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള L/R നമുക്കിപ്പോൾ എഫക്റ്റീവ് ലെങ്ത് അറിയാം ഇൻഡിവിജ്വൽ ലേസിംഗ് ഫ്ലാറ്റിന്റെ, നമുക്ക് ക്രോസ് സെക്ഷൻസ് അറിയാം, നമുക്ക് R വാല്യൂയുടെ ലിമിറ്റ് അറിയാം. R should be minimum should be T by √12. So by knowing the area, because നമ്മൾ വിഡ്ത്ത് അസ്യൂം ചെയ്തു, തിക്നെസ് നമ്മൾ ഗൈഡൻസ് വെച്ച് അസ്യൂം ചെയ്തു. So by knowing that √I/A will be the radius of gyration, we know the effective length. അപ്പോൾ we can find the slenderness ratio
എന്നിട്ട് IS code compression member design വെച്ചിട്ട് we can check for the capacity. So this should be more than the force on the flat. So V by N cosec theta എന്ന ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കണം ഇൻഡിവിജ്വൽ, അതായത് എല്ലാ ലൈസി ഫ്ലാറ്റിലും സെയിം ലോഡ് ആണ്. സോ ഒരെണ്ണം ചെക്ക് ചെയ്താൽ മതി, ബിക്കോസ് നമ്മൾ എല്ലാ ഫ്ലാറ്റും ഒരേ സൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഷുഡ് ബി മോർ ദാൻ ദ ഫോഴ്സ് ഓൺ ദ ഫ്ലാറ്റ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് കംപ്രഷൻ ഡിസൈൻ ചെയ്യുവാണെങ്കിലും ടെൻസൈൽ സ്ട്രെങ്ത്തും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ബിക്കോസ് നമുക്ക് ലോഡ് ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ വരാം, റൈറ്റ്? സോ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ മേ ബി ഇവിടെ നിന്ന് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഇത് ലോഡ് എടുക്കും, ബട്ട് ദിസ് വിൽ ബി ടെൻഷൻ. Similarly on the other side, so we have to check for the tension capacity also. അതവിടെ പറയുന്നത് the tensile strength of the flat which should be equal to B minus D, നമ്മുടെ effective cross section, by reducing the diameter of the rivet or bolt into T into sigma 80 should not be more than the force on the lacing flat. So capacity check ചെയ്യുന്നു, and the corresponding ഓക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ ലൈസിംഗ് ബാർ ഡിസൈൻ ചെയ്യും. സോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ലൈസിംഗ് ബാർ ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് കോളം ഡിസൈൻ ചെയ്യണം. കോളം നമ്മൾ ചൂസ് ചെയ്യണം. ഐ സെക്ഷൻ വേണോ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ വേണോ, 4 ആംഗിൾസ് വേണോ, അത് എങ്ങനെ കണക്ട് ചെയ്യണം, ബാക്ക് ടു ബാക്ക് വേണോ, ഫേസ് ടു ഫേസ് വേണോ, കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോളം ഡിസൈൻ ചെയ്യുക. കോളത്തിന് ഡിസൈൻ ചെയ്യുമ്പോൾ കോളത്തിന്റെ മിനിമം സ്ട്രെസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് വാല്യൂ വേണം. അപ്പോഴത്തോളം നമ്മൾ ഒരു മിനിമം സ്ട്രെസ് കോളത്തിന് അസ്യൂം ചെയ്ത് കോളത്തിന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ഫൈൻഡ് ചെയ്തിട്ട് വി വിൽ ട്രൈ ടു കീപ് ബോത്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈക്വൽ, 2 ആക്സിസിന്റെ ഈക്വൽ ആവാൻ ശ്രമിക്കും. അങ്ങനെ ഈക്വൽ ആവാൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ കീപ് എ സെപ്പറേഷൻ, 2 മെമ്പർ തമ്മിൽ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് വിൽ increase the I value. When finish increase either, we will first make both the radius of gyration same. In effective length, and the same support condition ആണ്. 2 ആക്സിസിലും സെയിം സപ്പോർട്ട് ആണെങ്കിൽ effective length vary ചെയ്യില്ല. So we will check for that. അങ്ങനെ കപ്പാസിറ്റിയിലെ കോളം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് we have to make sure that both columns are joined properly. എന്നാലാണ് കമ്പൈൻഡ് ആക്ഷൻ വരുള്ളൂ. അപ്പോൾ പിന്നെ 8th മുതലാണ് ലൈസിംഗ് ബാറിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ആയിട്ട് അതിന്റെ ഒരു ആംഗിൾ നമ്മൾ IS കോഡ് സ്പെസിഫൈ ചെയ്തിട്ട് 40 to 70 വരുന്നത് പറയുന്നുണ്ട്. സ്പേസിംഗ് ഓഫ് ലൈസിംഗ് ബാറിന്റെ കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട് ബൈ നോയിങ് ആഫ്റ്റർ ഡിസൈൻ ഓഫ് കോളം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ലോഡാണ് ഒരു സിംഗിൾ ലൈസിംഗ് ബാറിലേക്ക് വരിക എന്നുള്ളത് പഠിക്കുന്നുണ്ട്. സോ ബി ബൈ എൻ കൊസെക് തീറ്റ ആണ് ഒരു സിംഗിൾ ലൈസിംഗ് ബാറിൽ വരുന്നത്. ഒരു റിവറ്റിലേക്ക് വരുന്ന ബി ബൈ എൻ കോട്ട് തീറ്റ ആണ്. സോ വി വെന്റ് ത്രൂ ദാറ്റ്. then നമുക്ക് ഡിസൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലൈസിംഗ് ഫ്ലാറ്റിന്റെ വിഡ്ത്ത് അസ്യൂം ചെയ്യണം. ആ വിഡ്ത്ത് ബേസ്ഡ് ആയിട്ട് എത്ര ഡയമീറ്റർ വരെ ആകാം എന്നൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിക്നെസിന്റെ കണ്ടീഷൻസ് ഉണ്ട്. ബേസ്ഡ് കണ്ടീഷൻ ഫിക്സ് ദ തിക്നെസ് ഓൾസോ. സോ വിഡ്ത്ത് തിക്നെസ് ആയി കഴിഞ്ഞിട്ട് we can have the minimum radius condition, minimum radius of gyration condition. Then effective length ന്റെ കണ്ടീഷൻസ് പറഞ്ഞു. To design as a column ചെയ്ത് കോളം ലൈസിംഗ് ബാർ കോളം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യും. റൈറ്റ്, ഡിസൈൻ ചെയ്യില്ല, അത് ചെക്ക് ചെയ്യും. സോ ചെക്ക് ചെയ്തിട്ട് വിത്തിൻ ലിമിറ്റ്സ് ആണെന്ന് അത് കണ്ടെത്തണം, അല്ലെങ്കിൽ ഷുഡ് ബി ദർ, വാല്യൂ ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ്. then the design procedure of the lacing bar. So നിങ്ങൾക്കത് ഡിസൈൻ ചെയ്യേണ്ട ബേസിക്കലി സ്റ്റെപ്പ് പഠിച്ചു വെച്ചോ. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസീജിയർ മാത്രം എഴുതും. സിമിലർ കേസാണ് ബാറ്റൻസിന്റെ കേസും. സോ when we go through the battens are plates or any other rolled sections used to connect the main components of compression member. Similarly as the lacing bar, battens should be placed opposite to each other on the 2 parallel faces. So നമ്മൾ 2 സൈഡിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും മിറർ പ്രൊവൈഡ് ചെയ്യുക. ഇതിന്റെ ജസ്റ്റ് ബാക്കിൽ തന്നെ ബാറ്റൻ പ്രൊവൈഡ് ചെയ്യുക. The number of battens should be such that the member is divided into at least 3 bays. So ഒരു മെമ്പർ മിനിമം 3 ബാറ്റൻ പ്ലേറ്റിംഗിൽ വേണം. 2 എൻഡ് ബാറ്റനും ഒരു ഇന്റർമീഡിയറ്റ് ബാറ്റനും വേണം.
Pattern is provided at the ends of the column is called as the end pattern. Atthathu provide ചെയ്യുന്നത് end pattern, middle as the intermediate pattern. The pattern columns have the same strength as laced columns. So നമുക്ക് strength achieve ചെയ്യാൻ പറ്റും compared to lacing bar. But the main problem is that they are uneconomical because നമുക്ക് ഇത്രയും വലിയ പ്ലേറ്റിന്റെ ആവശ്യമുണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു സ്റ്റീലിന്റെ സ്ട്രിപ്പ് മാത്രം മതി. But are uneconomical and therefore used rarely. Okay, patterns are not recommended for a column subject to eccentric load in the plane of a connecting system. So, ഒരു connecting system ഇത് രണ്ട് members connect ചെയ്ത സിസ്റ്റത്തില് ഈ ഒരു പ്ലെയിനിൽ ഒരു eccentric load വരുവാണെങ്കിൽ we are not preferring the patterns. And reason എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു കുറച്ച് ഈ പ്ലേറ്റ് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ബക്കിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഡിസൈനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ലേസിംഗ് ബാറിൽ ഉണ്ടായിരുന്ന മെയിൻ കാര്യങ്ങൾ ആ ലേസിംഗ് ബാറിന്റെ തിക്നെസ് എത്രയാണ്, അതിന്റെ വിഡ്ത്ത് എത്രയാണ്, അതിന്റെ എഫക്റ്റീവ് ലെങ്ത് ഒക്കെ ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. പക്ഷേ ബാറ്റൻസിന്റെ കേസ് കുറച്ച് ഡിഫറെന്റ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ normally the width of the batten will be equal to the total width of the column, width of column. Depth ഒരു main parameter ആണ്. Depth പിന്നെ thickness. Okay, so you will see there are so many similar clauses. The only difference is in the effective length, which is increased by 10% in the case of a batten column. So effective length 10% increase ചെയ്തിട്ടുണ്ട് once the column section is derived. അതായത് സ്റ്റെപ്പ് 1 to 7 നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള കോളം ഡിസൈൻ പറഞ്ഞില്ലേ, 8 മുതലാണ് നമ്മുടെ ലേസിംഗ് ബാറിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ 7 വരെ കോളത്തിന്റെ ആയിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ലേസിംഗ് ബാർ വേണോ അല്ലെങ്കിൽ ബാറ്റിൻ വേണോ. സോ ആഫ്റ്റർ ദ 7th step steps 1 to 7 section 4.9.1 the battens can be designed as follows. So batten design philosophies: the maximum spacing of the batten, എന്താണ് c is the center to center distance between two batten. end batteനും intermediate batteനും ആകുമ്പോൾ ഇതിന് center to center distance ആണ് c എന്ന് പറയുന്നത്. d എന്ന് പറയുന്നത് total depth of a single batten. D dash എന്ന് പറയുന്നത് ഏറ്റവും farther located end rivetന്റെ ഡിസ്റ്റൻസ് ആണ് D dash എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. Then okay, see the maximum spacing of the batten C. നമുക്കറിയാം center to center between two battens should be such that the minimum slenderness ratio of the component member C by RYY is not greater than 50 or 0.7 times the slenderness ratio of the member as a whole about an axis parallel to the batten. Component memberന്റെ ഈ ഒരു മെമ്പറിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ സ്പേസ് ഡിസൈഡ് ചെയ്യുന്നത്. റീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോ ഈ രണ്ട് പാറ്റേൺസ് ഒരുപാട്, അതായത് നല്ല ദൂരെയാണ് വെച്ചിരിക്കുന്നെങ്കിൽ, നല്ല ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഇതിന്റെ ഈ കോളത്തിന്റെ ഇവിടെ തന്നെ വേണമെങ്കിൽ ബക്കിൾ ചെയ്ത് പോവാം. ശരിയല്ലേ? അപ്പോ നമുക്ക് ഒരു മിനിമം ഡിസ്റ്റൻസിൽ, അതായത് ഈ രണ്ട് പാറ്റേൺസ് എത്ര അടുത്ത് വരെ വെക്കണം, സോ ദാറ്റ് ഇൻഡിവിജ്വൽ ബക്ലിംഗ് ഓർ കമ്പോണന്റ് ഫെയിലിയർ ഇസ് അവോയ്ഡഡ്. സോ അതുകൊണ്ടാണ് എപ്പോഴും ഈ സിയുടെ വാല്യൂ ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദ മെമ്പർ കപ്പാസിറ്റി. ഈ ചെറിയ കമ്പോണന്റ് മെമ്പറിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അതിന് റിലേഷൻ ഉണ്ട്. That's why it is based on the component members C by R by Y value. ഇതിന്റെ ശരിക്കും C by R by value not greater than 50 or 0.7 times slenderness ratio. രണ്ട് കണ്ടീഷൻ ആണ്. ഒരു 50 എന്ന വാല്യൂ അല്ലെങ്കിൽ 0.7 times the slenderness ratio-നേക്കാളും മുകളിലാവാൻ പാടില്ല. So that the column is fine or the component member is fine. The section of the batten is selected as follows and is then checked for the forces to be subjected. ഇത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ള ഡെപ്ത് ആണ്, ഡെപ്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ ബാറ്റൻ. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് the effective depth of the end batten should not be less than the distance between center of gravity of the component members, and this should be more than twice the width of the component member. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വിഡ്ത്തിനേക്കാളും കൂടുതലാണ്, അതായത് കമ്പോണന്റ് മെമ്പറിന്റെ വിഡ്ത്ത് ഇതാണ്,
ഇതിന്റെ 2 ടൈംസിനേക്കാളും കൂടുതലാവും ഡെപ്ത്. അതേപോലെ തന്നെ should not be less than the distance between center of gravity of the component members. The center of gravity അതായത് ഈ ഒരു മെമ്പറിന് ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, അതേപോലെ ഇതിനുണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും വെച്ചിട്ടാണ് ഇത് കണ്ടീഷൻ പറയുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് is the width and should not be less than the distance between the center of gravity of the component members. So left and right component members in the center of gravity distance ചെറുതാവാൻ പാടില്ല. പിന്നെ ഒരു കണ്ടീഷൻ ഡെപ്ത് ഓഫ് ദ ഇന്റർമീഡിയറ്റ് ബാറ്റൺ 3/4 ഓഫ് ദ എഫ് ഡെപ്ത് ഓഫ് എൻ ബാറ്റൺ. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എൻ ബാറ്റനാണ്. ഈ ബാറ്ററിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു 75% എങ്കിലും വേണം. 3/4 വേണം. should be more than twice the width of the and should be more than twice the width of the component member. അത് സെയിം കണ്ടീഷൻ തന്നെയാണ്. വിഡ്ത്തിനെ കൂടുതലാണ്. Refer to figure 4.9. ഇതാണ്. Okay. Where 2 channels have been shown placed back to back, spaced apart by distance s dash. So s dash എന്ന് പറയുന്നത് അത് inner to inner distance ആണ് s dash. And connected by the battens. So effective depth of the batten d dash. d dash എന്ന് പറയുമ്പോൾ effective depth, അതായത് farther rivet d dash എന്നുള്ള value should be is equal to s dash plus 2cyy. ഈ cyy ആണ് എന്താണ് ഇത്, അതായത് ഇവിടെ പറയുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ 2 ലെഫ്റ്റും റൈറ്റിലും ഉണ്ട്. അതുകൊണ്ടാണ് എസ് ഡാഷ് ഇവിടെ ഉണ്ട്. അതിൽ എവിടെയാണ് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി? ഈക്വൽ സെക്ഷൻ ആയതുകൊണ്ടാണ് 2 times cyy ചെയ്യുന്നത്. എസ് ഡാഷ് പ്ലസ് 2cyy ആയിരിക്കണം ഏറ്റവും കുറവ് ഡെപ്ത് വരേണ്ടത്. ഓവറോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഡി ഡാഷ് പ്ലസ് 2 into n ഡിസ്റ്റൻസ്. നമുക്ക് ഈ ഇവിടെയുള്ള n ഡിസ്റ്റൻസ് എത്ര വേണമെന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ദി ടോട്ടൽ ഡി വാല്യൂ. ഡി അറിയാം. ഇനി ഇന്റർമീഡിയറ്റിന്റെ കേസ് ആവുമ്പോൾ പറഞ്ഞു 75% ആണ്, അതാണ് 3/4 ഓഫ് ഡി ഡാഷ്. ഇനി ഓവറോൾ ഡെപ്ത് ജസ്റ്റ് തന്നെ, അതായത് ഇതിന്റെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസ് 2 times n ഡിസ്റ്റൻസ് ആണ് ഇന്റർമീഡിയറ്റ് ബാറ്ററിന്റെ ടോട്ടൽ ഡെപ്ത്. തിക്നെസിന്റെ കേസും നമുക്ക് മുന്നേ ഉള്ള റേസിംഗ് ബാറിന് ഉണ്ടായിരുന്നു. സിമിലർലി തിക്നെസ് ഷുഡ് ബി not less than 1/50 of the distance between the innermost connecting lines of the rivets or weld. 1/50 of the value, the rivet in the center value ne call 1/50 of the distance between innermost connecting length of the rivet or weld. And s dash plus 2g varum. G is the gauge. നമുക്കറിയാം, ഗേജ് പഠിച്ചിട്ടുണ്ട്, അതായത് എത്രയാണ് ഡിസ്റ്റൻസ് വരിക എന്നുള്ളത്. സോ കണ്ടീഷൻ ഫോർ തിക്നെസ്. ഇനി ഓക്കെ, നമുക്കിപ്പോ ഡിസൈൻ അസംഷൻസ് ആയി. ഇനി നമുക്ക് ബാറ്റൻസിൽ ആക്ട് ചെയ്യുന്ന ലോഡ് നോക്കാം. സിമിലർ ടു ദ ലേസിംഗ് ബാർ, batten should be designed to carry the bending moment and shear arising from the transverse shear force B, which is 2.5% of the total axial force on the all compression member. Column act ചെയ്യുന്ന ലോഡിന്റെ 2.5% സെയിം ആണ് ലേസിംഗ് ബാറിന്. This transverse shear force is divided equally in the parallel planes in which there are shear resisting elements such as battens or continuous plate. Same case, battens should be able to resist the longitudinal shear and moment arising from the transverse shear. So ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ നമ്മൾ മുന്നേ ഡിസൈൻ ചെയ്തത് ഷിയർ ഫോഴ്സ് മാത്രമാണ്, ബട്ട് ബാറ്റൻ ഷുഡ് ടേക്ക് ദ മൊമെന്റ് ഓൾസോ. സോ VC/NS ഇതാണ് വാല്യൂ. അതില് നമുക്ക് നോക്കാം. സോ വേർ V1 ഈസ് ദ ലോഞ്ചിറ്റ്യൂണൽ ഷിയർ ഫോഴ്സ്. ലോഞ്ചിറ്റ്യൂണൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് 2.5 times the vertical load. V1 is the longitudinal shear force. Yeah. V is the 2.5 times the acting load. C is the center to center distance between the battens, and S is the minimum
ട്രാൻസ്ഫർ. സോ ഇതിൽ തന്നിട്ടുണ്ട് സി വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. സി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ വാല്യൂ ആണ് സി. എസ് നമുക്കറിയാം. അപ്പോൾ by knowing the values we can find the v1 and the m value. സോ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് നമുക്ക്. നമുക്ക് സെന്റർ ടു സെന്റർ വാല്യൂ സി തന്നിട്ടുണ്ട്. Then we have the v by n moment value acting on the battles. So vc by 2n, vc by ns on values. Then the fifth clause is average shear stress is calculated in the section of battens and should be less than the average shear stress. The shear acting on the battens area, moment area. So shear value should be less than the average shear stress. And also the bending stress in the section of the batten is calculated and it should be less than the allowable bending stress, 0.66 times the Fy. Sigma BC. Connection the connection riveted or welded is designed to resist longitudinal shear and bending moment. But connections ഇതേപോലെ തന്നെ longitudinal shear and bending moment വരും. If riveted connections is done, not less than 2 rivets should be used. Minimum ഒരു ബാറ്റിൽ 2 റിവറ്റ് എങ്കിലും ഒരു സൈഡിൽ വേണം. We provide here 3. And if welded construction is done, the aggregate length of the weld on each side parallel to the depth should be less than the half depth of the plate. At least 1/3 of the weld should be placed at end of this edge. Okay. So that's all for today. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. നമുക്ക് ബിൽഡപ്പ് കോളത്തിന്റെ ഡിസൈൻ പഠിക്കാനുണ്ട്. ബിൽഡപ്പ് കോളം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള പ്രൊസീജിയർ ആണ് ലേസ്ഡ് ബാറും അതേപോലെ തന്നെ ബാറ്റൻസും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ജസ്റ്റ് പ്രൊസീജിയർ, ഇമ്പോർട്ടൻറ്റ് ക്ലോസും തിക്നെസ് എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്, വിഡ്ത്ത് എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്, എന്തെല്ലാം ആക്ട് ചെയ്യുന്ന ലോഡ്, അതിന്റെ വാല്യൂസ്, ആ ഡിസൈൻ ഫിലോസഫി മാത്രം പഠിച്ചു വെക്കുക. ബിക്കോസ് ഇറ്റ് മേ ബി ആസ്ഡ് ആസ് എ പ്രൊസീജിയർ. നോ ഡിസൈൻ ഈസ് എക്സ്പെക്റ്റഡ്.